ഗോകുലത്തിലേക്ക് അനവധി അസുരന്മാരെ അയച്ചിട്ടും ശ്രീകൃഷ്ണനെ വധിക്കാൻ കംസന് കഴിയാതെ വന്നപ്പോൾ നാരദമുനി അവനോട് പറഞ്ഞു, കൃഷ്ണന്റെ ശക്തിയായ രാധ ബർഷാനയിൽ ജീവിച്ചിരിക്കുന്നതുവരെ ആരും കൃഷ്ണനെ ഹാനിക്കാനാവില്ല. അതിനാൽ കൃഷ്ണന്റെ ശക്തിയായ രാധയെ ഇല്ലാതാക്കാൻ കംസൻ തന്നെ 2 തവണ ബർഷാനയിലേക്കെത്തി. 1-ാം വരവ് രാധ ബാലികയായിരിക്കുമ്പോൾ. ആദ്യമായി കംസൻ ബർഷാനയിലെത്തിയപ്പോൾ രാധയൊരു ചെറിയ ബാലികയായിരുന്നു. വൃഷഭാനുവിന്റെ മകളെ കാണണമെന്ന് പറഞ്ഞ് അവൻ അവിടെ പ്രവേശിച്ചു. രാധയെ കംസന്റെ മടിയിലിരുത്തിയപ്പോൾ അവളുടെ ദിവ്യപ്രഭയിൽ അവന്റെ കണ്ണുകൾ മങ്ങിപ്പോയി. അവളെ കാലുകൾ പിടിച്ചെറിയാൻ ശ്രമിച്ചപ്പോൾ രാധ ചിരിച്ചുകൊണ്ട് തന്റെ കാലൊന്നിളക്കിയതുമാത്രം. അപ്പോൾ തന്നെ കംസൻ ദൂരെയേക്ക് തെറിച്ചു വീണു. 2-ാം വരവ് രാധ യൗവനത്തിലേക്ക് കടന്നപ്പോൾ. 2-ാമതായി കംസൻ ബർഷാനയിലെത്തിയപ്പോൾ രാധ വളർന്ന് യൗവനത്തിലേക്ക് കടന്നിരുന്നു. രാധയുടെ സഖികൾ കംസനെ ഗോപിയായി വേഷമണിയിച്ചു, ലേഹങ്ക ധരിപ്പിച്ചു, നൃത്തം ചെയ്യിപ്പിച്ചു. മാസങ്ങളോളം കംസൻ ഗോപിയുടെ വേഷത്തിൽ പശുവിൻ ചാണകം ശേഖരിച്ചുകൊണ്ടിരുന്നു. അവരുടെ രാജാവ് അപ്രത്യക്ഷനായതോടെ മഥുരയിൽ വലിയ കലഹമുണ്ടായി. നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ബർഷാനയിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ലെന്ന ഉറപ്പോടെ രാധാദേവി കംസനെ വിട്ടയച്ചു. രാധേ രാധേ.